നിക്ഷേപക ഉച്ചകോടിയിൽ ലഭിച്ച താൽപര്യ പത്രങ്ങളുടെ തുടർ നടപടികൾക്കായി സർക്കാർ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞിരിക്കുകയാണ്. ഉച്ചകോടി വൻ വിജയമായിരുന്നുവെന്നും അന്തിമ കണക്ക് ലഭിക്കുമ്പോൾ പദ്ധതികളുടെ എണ്ണവും തുകയും വർദ്ധിക്കുമെന്നും മന്ത്രി കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകാൻ കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ഉച്ചകോടി പൂർത്തിയായതിനു ശേഷവും പുതിയ താൽപര്യ പത്രങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ഫ്ലെക്സിബിൾ PCB നിർമ്മാണ യൂണിറ്റ്, ടെലിവിഷൻ നിർമ്മാണ യൂണിറ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അന്തിമ പട്ടിക വരുമ്പോൾ പ്രോജക്റ്റുകളുടെ എണ്ണവും ആകത്തുകയും ഉയരുകയും ചെയ്യും. ഫോളോ അപ്പിനായി പ്രത്യേക സംവിധാനം ഉണ്ടാകും. 50 കോടി രൂപയിൽ താഴെ നിക്ഷേപമുള്ളവ വ്യവസായ ഡയറക്ടറേറ്റ് വഴി ഫോളോ അപ്പ് ചെയ്യും. 50 കോടി രൂപയിൽ കൂടുതലുള്ള വൻകിട പ്രോജക്റ്റുകൾ KSIDC വഴി ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതിനായി ഉദ്യോഗസ്ഥരും വിദഗ്ധരും ഉൾപ്പെടുന്ന കമ്മിറ്റികൾ രൂപീകരിക്കും. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ റിവ്യൂ കമ്മിറ്റി രൂപീകരിക്കും. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പങ്കെടുത്ത് പ്രതിമാസ അവലോകനം നടത്തും. 2 മാസത്തിലൊരിക്കൽ വ്യവസായ മന്ത്രി പങ്കെടുത്ത് അവലോകന യോഗം ചേരും. നിർമ്മാണ പുരോഗതി ഒരു ഡാഷ്ബോർഡ് വഴി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. വ്യവസായ പ്രോജക്റ്റുകൾക്കായി വിട്ടു നൽകാൻ താല്പര്യമുള്ള സ്വകാര്യ ഭൂമിയുടെ വിവരങ്ങൾ ലഭ്യമാക്കാൻ ഒരു പോർട്ടൽ രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. നിക്ഷേപവും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാൻ ഉതകുന്ന വിധത്തിൽ 1.5 ലക്ഷം കോടിയുടെ വ്യവസായ നിക്ഷേപം സംസ്ഥാനത്തേക്ക് ആകർഷിക്കും എന്ന പ്രഖ്യാപനത്തോടെയാണ് ഉച്ചകോടിക്ക് കൊടിയിറങ്ങിയത്. കേരളത്തിലെയും ദേശീയ അന്തർദേശീയ തലത്തിലെയും വൻകിട സംരംഭകരാണ് കേരളത്തിന്റെ വ്യവസായ വളർച്ച 10 മടങ്ങ് വേഗത്തിലാക്കുമെന്നും പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി 374 നിക്ഷേപകരുടേതായി 1,52,905.67 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് 2 ദിനം കൊണ്ട് കേരളം സ്വന്തമാക്കിയിരിക്കുന്നത്. 26 കമ്പനികൾ 1000 കോടിയിൽ കൂടുതൽ വരുന്ന നിക്ഷേപ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വികസന പദ്ധതികളുടെ ഭാഗമായി സംസ്ഥാനത്ത് പുതിയതായി 60,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ചകോടിയിൽ 374 കമ്പനികൾ നിക്ഷേപ സന്നദ്ധ അറിയിച്ച് താല്പര്യപത്രം ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. 66 കമ്പനികൾ താല്പര്യപത്രം കൈമാറി. കേരളത്തെ ഒരു നഗരമായി കണക്കാക്കി നിക്ഷേപ സൗഹൃദമാക്കുന്നതിന്റെ തുടക്കമാണ് ഉച്ചകോടിയെന്ന് മന്ത്രി പി രാജീവ് അവകാശപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകൾ കൂടുതൽ തുറന്നു കാട്ടാനുള്ള വേദിയായി ഉച്ചകോടി മാറുകയായിരുന്നു. വ്യവസായങ്ങൾക്ക് കേരളത്തിൽ ഭൂമി ലഭ്യമാക്കുന്നതിൽ ഒരു തടസ്സവും ഉണ്ടാകില്ല. കേരളത്തിന്റെ വികസന മാതൃകകൾ മറ്റു പ്രദേശങ്ങൾ ഏറ്റെടുക്കുകയാണ്. 18 സംസ്ഥാനങ്ങളിൽ വാട്ടർ മെട്രോ തുടങ്ങാൻ താല്പര്യം അറിയിച്ചിട്ടുള്ളതായും മന്ത്രി പി രാജീവ് പ്രതികരിച്ചിരിക്കുകയാണ്.